ആ അരവിന്ദ സാറ് പരിപാടിയൊക്കെ നിർത്തി ഇപ്പം ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അങ്ങേര് ഇപ്പം ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ശങ്കരനെ പൂട്ടുന്ന പരിപാടി നടക്കുമോ സാറേ? ഞാൻ നോക്കിക്കോളാം സാർ. ഹലോ അരവിന്ദൻ, എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? സർ, CA സാറെ തല്ലിയ കേസിലെ പ്രതികളിൽ ഒരാളെ കിട്ടിയിട്ടുണ്ട്. മറ്റൊരു ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. അവനെയും പൊക്കിക്കൊണ്ട് ഞാൻ സ്റ്റേഷനിലേക്ക് വരാം സാർ. യുവമാരൊക്കെ ആ പുറമ്പോക്കിലെ ടീംസാണ് സാർ. സാർ ഹലോ, താനാദ്യം വണ്ടി സൈഡാക്കി. വണ്ടി സൈഡേക്ക്. ഈ ജാക്സൺ ബസാറുകാരെ ഇവിടെ എത്തിക്കാൻ താൻ ഇത്ര പാടുപെടണ്ട. അവർക്കുള്ള കെണി ഞാൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തനിക്കിപ്പോൾ ഫോണിൽ പ്രതികളുടെ ഫോട്ടോ കിട്ടിയിരിക്കും. ചെല്ല്, ഏത് കാലിൻ്റെ ഇടയിൽ ഒളിച്ചാലും അവന്മാരെ പൊക്കിയേക്ക്. ഓക്കെ സാർ. യൂട്ടോ എടുക്ക്. എങ്ങോട്ടാ സാറേ? തനിക്ക് തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഏയ് ഇല്ല സാറേ. സാറേ, ആളെത്തിയിട്ടുണ്ട്, പണിയും തുടങ്ങിയിട്ടുണ്ട്. അരവിന്ദൻ അയാളെ CA സാറിട്ട് പാമ്പും കൂണിയും കളിപ്പിക്കുന്നുണ്ട്. മരുന്നടിച്ച് കയറ്റേണ്ട ഒരു മയക്കമുണ്ട്. നാളെ താൻ വിളിക്കുമ്പോൾ ഒരു ഗുഡ് ന്യൂസും കൂടി വേണം സാർ. ഇവരാണ് ആ വണ്ടിയിലുണ്ടായിരുന്നത്? ആ, ഇത് തന്നെയാ. 4 പേരുണ്ടായിരുന്നു. ആ, 4 പേരുണ്ട്. നിനക്ക് ഇവരെ നേരത്തെ അറിയാടാ? ഇല്ല. ഒന്ന് ചോദിക്കടോ. പറയടാ. അറിയില്ല, അറിയേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ തല്ലിക്കൊന്നാലും ഇവിടെ ആർക്കും ഒന്നുമില്ല. സാറേ, എൻ്റെ അച്ഛനാ ബാറിലെ സെക്യൂരിറ്റി. ഞങ്ങൾ കുറച്ച് കാശ് മേടിക്കാൻ പോയതാ. അപ്പോഴാ അവന്മാർ അച്ഛനെ ബീറൂപ്പിക്കറിഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ കോർത്തത്. അതിനവന്മാർ 1.5 സെക്കൻഡ് മേൽ വണ്ടി കൊണ്ടേ കയറ്റിയത്. എന്നിട്ട് നിന്റെ അച്ഛനെ വല്ലതും പറ്റോടാ? പേരെന്താണ്? നസീർ. പേരെന്താണ്? ഷീല. നസീർ ഷീല. അതാണ് കുഴപ്പം. ഈ പേര് നിങ്ങൾ ചെറുപ്പത്തിലിട്ടാണോ അതോ പ്രേമിച്ചതിന് ശേഷം ഇട്ടാണോ? ഈ പേരുള്ളതുകൊണ്ടല്ലേ ഞങ്ങൾ പ്രേമം തുടങ്ങി. അതെങ്ങനെ? ഹായ് ഷീല, ദിസ് ഇസ് നസീർ. എൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാ മെസ്സേജാ. എന്ത് രസമായിരുന്നു അല്ലേ ഷീലേ? ഇവരാദ്യമായിട്ടാണ് വിളിച്ചിരുന്നത്. പുല്ലേ, ഇൻസ്റ്റയിൽ അക്കൗണ്ട് തുടങ്ങിയാൽ മതിയായിരുന്നു. കാറൊക്കെ വാങ്ങിച്ചത് സമയം കളഞ്ഞു. ഹായ്, നമസ്കാരം സാർ. ചിരി വരണ്ട. ഇല്ല സാർ. എന്നാ റൂമിൽ പോയിരിക്കേ. കമ്പ്യൂട്ടർ റൂമിൽ AC ഉണ്ട്. ശരി സാർ. മാഡം, ID കാർഡ് കിട്ടിയില്ലല്ലോ. തന്നിരുന്നു സാർ. നിന്റെ അല്ല, ഇവളുടെ. നമ്മുടെ ഫോൺ ഓഫായി പോയി സാർ. ഗൂഗിൾ ഡ്രൈവിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം കാണില്ല. നിന്റെ ഗൂഗിൾ ഡ്രൈവിൽ ഇവളുടെ ID മാത്രമേ ഉള്ളോ അതോ മറ്റെന്തെങ്കിലും ഉണ്ടോ? എന്തായാലും നീ ഫോണൊന്ന് എടുക്ക്. ഫോൺ എടുക്കടാ, ഞാനൊന്ന് കാണട്ടെ. ഫോൺ എടുക്കടാ. താടാ ഇങ്ങോട്ട്. സാർ, എൻ്റെ സ്വകാര്യത. എന്ത് സ്വകാര്യതയാടാ ഇതിനകത്തുള്ളത്? ഞങ്ങളുടെ കുറച്ച് പ്രൈവറ്റ് ഫയൽസ് ഉണ്ട് സാർ. എന്നാ ഞാൻ ഒന്ന് കണ്ടുവരാം. കാണട്ടെ. പിൻ നമ്പർ പറയടാ. പറയടാ. 1 1 പറയടാ. 2 2 3 3 പറയടാ. 4 4
ഭയങ്കര പിൻ നമ്പറാണല്ലോടാ. ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് തരാം. നീ അവിടെ ഇരിക്ക്. അടങ്ങിയിരിക്കടാ. പോയി ഫോൺ എടുത്തോണ്ട് പാടും കോപ്പ. സാബിൻ്റെ 2 ബസ് റെന്റ് വാങ്ങിച്ചിടാൻ വല്ല മാർഗമുണ്ടോ? അതാണല്ലോ എൻ്റെ പണി. മാഡം, ഇവിടെ എന്താ നടക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പരസ്പരം സ്നേഹിച്ച് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാ ഞങ്ങൾ. അതിൻ്റെ അപ്പുറത്ത് ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. എന്തടിസ്ഥാനത്തിൽ ആ സാറ് നസീറിൻ്റെ ഫോൺ എടുത്തുകൊണ്ട് പോയത്? അതിനകത്ത് ഞങ്ങളുടെ പ്രൈവറ്റ് ചാറ്റും ഫോട്ടോസും ഒക്കെ ഉണ്ട്. എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ നോക്കണോണ്ട് ഒരു കുഴപ്പമില്ല. ഇത് ചുമ്മായുടെ ചൊറിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട്. മാഡം, എത്ര നേരം ഞങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചിട്ടെന്നറിയോ? എനിക്ക് മതിയായി. അതിന് പുറമെ കുറെ ആൾക്കാരുടെ നോട്ടവും ഭാവും. ഇതാ പയ്യൻ ഞങ്ങളുടെ ഫോണും കൊണ്ടുപോയി. അയാളാ സാറ്? താനൊന്ന് വാ അടയ്ക്കുന്നുണ്ടോ? ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാതെ താൻ നാവ് തുറന്ന താൻ ഞാൻ കേക്കും പാട്ട് എല്ലാം കൊടുത്ത് ഞോക്കപ്പില്ലിടും. പറഞ്ഞു മനസ്സിലാവുണ്ടോ? സാറി, താൻ വിഷമിക്കണ്ട, ഞാൻ നോക്കാം. അങ്ങോട്ടിരുന്നോളൂ. രഘുനാഥേ, താൻ എന്തിനാ ഇവരെ ഫോൺ വാങ്ങി വെച്ചിരിക്കുന്നേ? മേഡം, അവരുടെ ചാറ്റ് ഒന്ന് പരിശോധിക്കണം. എന്തിന്? മേഡം, അവർക്ക് ഈ കഞ്ചാവിന്റെ ബിസിനസ് ഉണ്ടോന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കണം. എന്റെ ടെമ്പർ പോയി നിൽക്കുകയാണ്. തന്റെ ഊളത്തരങ്ങൾ സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. മേഡം, അരവിന്ദ് സാറ് പറഞ്ഞിട്ടുണ്ട്, വെറുതെ പ്രശ്നമാവും. തന്നെ ഡിപ്പാർട്ട്മെന്റ് പ്രൊസീജിയർ ഒന്നും പഠിപ്പിക്കണ്ട. അരവിന്ദ് സാറല്ലേ, ഞാൻ നോക്കിക്കോളാം. ഫോൺ എടുക്ക്. സാറേ, ആ കാറിലുണ്ടായിരുന്നവരുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഇതിലേ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് സാറേ. അതിന് നമുക്ക് ഗുണമുള്ള കേസാ. ഈ ജോർജ് കുട്ടി കേസൊക്കെ ആരാ ഡീൽ ചെയ്യുന്നത്? ഈ തട്ടലും മുട്ടലും വണ്ടി കേസൊക്കെ ഞാൻ തന്നെ അങ്ങ് ഡീൽ ചെയ്യും. വലിയ ഡീലൊക്കെ? വലിയ ഡീലൊക്കെ രഘുനാഥ് സാറും ഉത്തമനും രാജീവ് സാറൊക്കെ ചെയ്യാറ്. അവരൊരു കോക്കസാ സാറേ. കോക്കസ് എന്ന് പറയുമ്പോൾ ഈ കൈക്കൂലി കേസ് മാത്രമേ ഉള്ളൂ? ഏയ്, ചില്ലറ കൊട്ടേഷനൊക്കെ എടുക്കും സാറേ. കൊട്ടേഷനോ? ആ, സ്റ്റേഷനിൽ പലരെയും കൊണ്ടുവന്ന് ഇടിക്കാറുണ്ട്, ഉരുട്ടാറുണ്ട്. ആ കാർ ഓണറെ കയ്യിൽ നിന്ന് വല്ലതും തടയോടോ? അതിന് തിരുപ്പണി എടുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ചൂടാവുന്ന ആളാണെങ്കിൽ വിധിയാണ് ആ പയ്യൻ്റെ. തനിക്കും ഭാര്യയൊക്കെ ഉള്ളതല്ലേ? ഈ സംശയരോഗം വെച്ചിട്ടാണോ താൻ ഈ കേക്ക് വാങ്ങി വീട്ടിൽ പോകുന്നത്? വല്ല സൈക്കാട്രിസ്റ്റിനെ പോയി കാണാൻ നോക്ക്. എന്തിന് സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ട് വെറുതെ ഞാൻ എൻ്റെ ശരീരം കേടാക്കണം? മാഡം, ഞാൻ CCTV വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അവൾ പുറത്തേക്ക് ഇറങ്ങിയ GPS ഉണ്ട്. അവളുടെ കളി എൻ്റെ അടുത്താ. GPS-ഓ? ആ. എവിടെ? കാറിലോ? ആ കാറിലല്ലാണ്ട് പിന്നെ എവിടെ? ഏത് കാറില്? എല്ലാ കാറിലും ഉണ്ട്. അവൾ ഏത് കാറിലാണ് പോണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ റെന്റിന് കൊടുത്ത ഈ ബ്രൗൺ കാറിലുണ്ടോ GPS? ആ, അതിലുണ്ട്. അത് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ ഇപ്പോ? ആ, എനിക്ക് എൻ്റെ മൊബൈൽ നോക്കാലോ. താൻ എന്തൊരു ഫോൺ എടുക്കണോ? മണ്ടനാ, ബുദ്ധിയുള്ളതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ ഫോണിങ്. മാഡം, ഇത് ഇത്ര നേരം കയ്യിൽ വെച്ചിട്ടാണോടോ താൻ ഈ കോപ്പിലെ കളി കളിച്ചത്? സാറേ, സാറേ, ഒരു ലീഡ് കിട്ടിയിട്ടുണ്ട്. അവർ സഞ്ചരിക്കുന്ന കാറ് നമുക്കിപ്പോൾ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ, നന്നായി. അത് വേഗം അരവിന്ദന് അയച്ചു കൊടുക്കും. ശരി സാർ. ഇതൊന്നും നേരത്തെ അറിഞ്ഞില്ലേ? സാർ, അയാൾ ഒരു മണ്ടൻ. ഇപ്പോഴാ പറയുന്നേ. അയാൾ മണ്ടനാണോ മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ? ഇപ്പൊ അയക്കാം സാർ. ഞാൻ ആ കോളനി ശങ്കരനെ പൂട്ടാനുള്ള കൊട്ടേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഉത്തമനിൻ്റെ ഒന്നും അതിന് എൻ്റെ കൂടെ നിൽക്കോടോ?
എനിക്കൊരു ഗണ്ണ് വേണം. നോക്കി നിൽക്കാതെ ഗണ്ണെടുത്തോണ്ട് ഓടോ. സാറേ സ്ട്രൈറ്റ് തന്നെയല്ലേ പോണ്ടേ? ഇവിടെ ഗൂഗിൾ മാപ്പ് ഞാനല്ല, ഇതാണ്. ശരി സാർ. ഓരോരുത്തന്മാർ കാക്കിയിട്ട് എൻ്റെ അതിൻ്റെ തൊട്ടേക്കാണ് കയറാൻ വരുന്നത്.